പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പാദ്രെ പിയോ പറയുകയാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഒരു കാര്യവും അനുഗ്രഹങ്ങളും പരിശുദ്ധി അമ്മ എനിക്ക് നിഷേധിച്ചിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നാം കാണുന്നു. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. പരിശുദ്ധി അമ്മ വാഴ്ത്തപ്പെട്ട അലൻ റോച്ചയോട്, ജപമാല ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ, തകർച്ചകളിൽ, ദുരിതങ്ങളിൽ കൊന്ത ഭക്തിയോടെ ചൊല്ലി മറിയത്തോടൊപ്പം യേശുവിൻ്റെ തിരുമുഖത്തെ ആരാധിച്ചാൽ കർത്താവ് പറയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അതിശക്തമായ ദൈവ ആരാധനയാണ് ജപമാല. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ, ജപമാല അതിശക്തമായ ആയുധമാണ്. ആത്മവിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം നിന്നെ അത്ഭുതപ്പെടുത്തും എന്ന് പറയുന്നു. സകലരും ഏക സത്യദൈവമായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാനും കർത്താവായ യേശുവിലേക്ക് എത്തിച്ചേരാനും വേണ്ടി സാത്താൻ്റെ എല്ലാ ആഡംബരങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളും തകർക്കപ്പെടാനുമായി ജപമാല ആത്മധൈര്യത്തോടെ നിരന്തരം പ്രാർത്ഥിക്കാം. ആൻഡ്രിയൻ പാപ്പ ജപമാല പിശാചിനെ തല്ലുന്ന ചമ്മട്ടിയാണ് എന്ന് പറയുക. ഈശോ പരിശുദ്ധ അമ്മ വഴി നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.